ആയുർവേദം, യുനാൻ ഈ 4 മേഖലകളിലുള്ള പഠനം ഇൻഷാ അല്ലാഹ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്യാമ്പസ് ഉദ്ഘാടനവും ഇൻഷാ അല്ലാഹ് വരും. 10 വർഷത്തിന് നമ്മളെ കീഴിലല്ലാതെ ഒരു അഡ്മിഷൻ എടുക്കാൻ പാടില്ല. നല്ല ആൾക്കാരുണ്ട്. സമയം 11 അപ്പൊ നമ്മൾ 2 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലയിലും നൂറ് ഷർഫത്തി വേറെ ഇല്ലല്ലോ. 500 ജീപ്പ്. താങ്ക് യു. കിട്ടി. ഇത് കിട്ടിയില്ല ഫുഡിൻ്റെ ഇത്. അത് കളഞ്ഞാൽ ഉച്ചക്ക് ഫുഡ് ഉണ്ടാവില്ല. അത് ഉള്ളിലേക്ക് കയറാനുള്ള കിട്ടിയില്ല. കിട്ടി. ഇപ്പം ഇതിലുണ്ടേ ഏകദേശം ഉസ്താമാരനുള്ള ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ. സർട്ടിഫിക്കറ്റ് കൊടുക്കാം. തുടങ്ങിയാ അത് തുടങ്ങി പോകുന്ന ബാച്ച് ബേസ് ആയിരിക്കും തോന്നുന്നു. ഇതിപ്പോൾ എവിടെ ഇരിക്കും? ബാക്കിലോട് സീറ്റ് കിട്ടി. ഈ ആൾക്കാരുണ്ട്. കണ്ടോ ഡോക്ടർ അരുൺകുമാർ സാറിനെ ഒരു സ്നേഹാദരനായ ഗുരുനാഥൻ ഡോക്ടർ അരുൺകുമാർ സാറിനെയും സാദരം ക്ഷണിക്കുന്നു. എത്ര ആൾക്കാരുള്ള? 1000 ആൾക്കാരാ? 1000-ഓളം ഉണ്ടെന്നല്ല പറഞ്ഞു. ആണെന്നൊക്കെ നമ്മൾ ടീച്ചേഴ്സാ. നമുക്ക് 3 ആൾക്കാരല്ലേ? 4 ആൾക്കാർ അല്ലേ? ഒന്ന് സാറ്, ഖദീജ മിസ്, തൗഫീറ, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. ഇല്ല, നമുക്ക് അറിയുന്ന 3 ആൾക്കാരാണ്. solemnly pledge myself before God and in the presence of this assembly that നമ്മുടെ ഇതിന്റെ ചെയർമാൻ അക്കാദമിയുടെ ഇതിന്റെ ചെയർമാനാണ്. ഇനി നമ്മുടെ കൂടെ ഒപ്പം പ്രവർത്തിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. സൽമാൻ ഫാരിസ്, റഹീം ചുങ്കത്ത്, മുഹമ്മദ് നിയാസ്. ഇല്ലാതിരിക്കുകയാണ് ഈ അസുഖം വന്നതും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും. അങ്ങനെ ബേബി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ മോള് ഏറി വന്നാൽ ഞാൻ പഠിച്ച സയൻസ്. പക്ഷേ ആ സമയത്തേക്ക് ഏകദേശം കുടുംബക്കാരൊക്കെ വന്നു. അപ്പോൾ അവിടെ ചോദിക്കണം, ഇപ്പച്ചേക്ക് പനി മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ബാച്ചിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട്. 19-ാം ബാച്ച്.
സ്റ്റാൻഡ് അടുത്ത് പോയിട്ട് പേര് വിളിക്കുന്ന സ്റ്റൈലുകാരാണ്. അഭിമാന നിമിഷം. എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 100 പക്ഷേ അങ്ങനെയാണെങ്കിൽ 100 ആൾ കിട്ടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം. കണക്കനുസരിച്ച് എല്ലാം തോന്നുന്നു. നോക്കാം. അഹമ്മദ് സലഹുല്ലാഹ് എൻ.എ, മുഹമ്മദ് നിയാസ് കെ, ഷറഫുദ്ദീൻ, നഹാസ് എൻ, മുഹമ്മദ് ദിൽഷാദ്, കുറേ സമയത്ത് കാത്തിരിപ്പിനേഷം കിട്ടിയ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം 3:30 മണി. സർട്ടിഫിക്കറ്റ് കൊടുത്തതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ക്ലാസ് എന്നൊക്കെ നടന്നു. ഫൈനലി സർട്ടിഫിക്കറ്റ് കൊടുക്കൽ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി അഭിപ്രായം പറയൽ, പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ തുടങ്ങിയ പണികൾ. സമയം 3:45. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുറേ കുട്ടികളുണ്ട്. മലപ്പുറത്താണുള്ള പരിപാടി. അപ്പോൾ ഉച്ചക്ക് ട്രെയിൻ ബുക്ക് ചെയ്തെന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ പോയി. അപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ നല്ല നടത്തും. അത് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ സൂം മീറ്റിംഗ് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ സൂം മീറ്റിംഗ് ചെയ്യാം. തിരിച്ചറിവാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. കാരണം ജീവിതത്തിൽ വിജയിക്കാൻ ഒരു അവസരങ്ങൾ അതൊരു കപ്പലാണ്. ആ കപ്പൽ കംപ്ലീറ്റ് ആയി. വൈകുന്നേരം 5 മണി. ഇനി നാട്ടിലേക്ക്.